വി എസ് രഞ്ജിത്തിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് മടങ്ങുന്നു. വി എസ് രഞ്ജിത്ത്, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി ഉച്ചയ്ക്ക് മുമ്പ് തന്നെ മൃതദേഹം താമരശ്ശേരിയിൽ എത്തിക്കാനാണ് നീക്കം. എന്തായാലും അത് വല്ലാതെ സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. പരീക്ഷ എഴുതേണ്ടിയിരുന്ന കുട്ടിയാണ്. SSLC പരീക്ഷ തുടങ്ങുമ്പോൾ ഈ ഷഹബാസ് യഥാർത്ഥത്തിൽ ഈ ട്യൂഷൻ സെൻ്ററിലും ഉണ്ടായിരുന്നില്ല, ഈ ലഹളയിലൊന്നും തന്നെ നേരിട്ട് പെട്ടിരുന്നതുമില്ല. അവിടെ ചെന്ന് എത്തിപ്പെടുകയായിരുന്നു. സുഹൃത്ത് വന്ന് വിളിച്ചുകൊണ്ടുപോയി ഈ സംഘർഷ സ്ഥലത്ത് എത്തിപ്പെടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ അവരുടെ കുട്ടികളുടെ സ്റ്റഡി ലീവിൻ്റെ ടൈമാണ്. ആ സ്റ്റഡി ലീവിൻ്റെ ടൈമിൽ വീട്ടിൽ നിന്ന് പഠിക്കുകയായിരുന്നു ഷഹബാസ്. ആ സമയത്ത് വൈകിട്ട് ഒരു ചായയ്ക്ക് പലഹാരം വാങ്ങുന്നതിന് വേണ്ടി പുറത്തേക്ക് പോയി. ആ സമയത്താണ് ഷഹബാസിനെ ഒരു സുഹൃത്ത് വന്ന് കുട്ടിക്കൊണ്ടുപോകുന്നത്. ആരാണ് കുട്ടിക്കൊണ്ടുപോയെന്നൊക്കെ പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കൾക്ക് പറയാം. ഷഹബാസ് പോകുന്നത് കണ്ടതായിട്ട് കുട്ടികളും പറയുന്നുണ്ട്. അങ്ങനെ ഷഹബാസിനെ കുട്ടിക്കൊണ്ടുപോയി. ഷഹബാസ് ഈ പറയുന്ന MJ ഹൈസ്കൂളും കോരങ്ങാട് ഹൈസ്കൂളും തമ്മിലുള്ള സംഘർഷത്തിനകത്ത് പെട്ടുപോകുന്നു. അതിൽ ഷഹബാസിനെ മർദ്ദിക്കുന്നത് അതിക്രൂരമായിട്ടാണ്. കോരങ്ങാട് ഹൈസ്കൂളിൻ്റെ ഭാഗത്തു നിന്നുള്ള കുട്ടികൾ അവർ പറയുന്നത് അവർ 5 പേരാണ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഓഡിയോ സംഭാഷണത്തിൽ വ്യക്തമാണ്. അപ്പുറത്ത് 50 പേരുണ്ടായിരുന്നു പറയുന്നു. ഈ 5 പേർ ചേർന്ന് 50 പേരെ കൈകാര്യം ചെയ്തതിൻ്റെ കാര്യങ്ങൾ പറയുന്നു. ആ കൂട്ടത്തിൽ പറയുന്ന വീരഭാഗത്തിൽ വളരെ പ്രധാനപ്പെട്ടത്, ഷഹബാസിൻ്റെ കണ്ണിനെ നോക്കി ക്രൂരമായി ഞാൻ 3-4 തവണ കുത്തിയിട്ടുണ്ട്, അവൻ്റെ കണ്ണ് കലങ്ങിയിട്ടുണ്ടാവും, കണ്ണിന് നോക്കണ്ട എന്നുള്ള മട്ടിലാണ്. ഷഹബാസ് തിരിച്ചൊന്നും ചെയ്തില്ല, ഇങ്ങനെയാണോ ഷഹബാസ് എന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഗ്യാങ് വാറും പരസ്പരമുള്ള പ്രതികാരം. ഇപ്പോൾ അല്പം മുമ്പ് ഷഹബാസിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും കോരങ്ങാട് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി പ്രതികരിച്ചിരുന്നു. ആ കുട്ടി പറയുന്നത് കുട്ടികൾ തമ്മിലുള്ള ഈഗോ മാത്രമാണ് ഇതിൻ്റെയൊക്കെ കാരണമെന്നുള്ളതാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഈഗോ ഉണ്ടാവാനും ആ ഈഗോ ഹേർട്ടാവുമ്പോൾ അത് പ്രതികാരത്തിലേക്ക് പോകാനും ആ പ്രതികാരം ഒരു ഗ്യാങ് വാറിലേക്ക് പോകാനും അത് തീർത്ത് കളയും എന്ന രീതിയിലൊക്കെ പ്രതികരിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ കുട്ടികളുടെ മാനസികാവസ്ഥയിൽ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കൊലപാതകത്തിൽ ഏറ്റവും നടക്കുന്ന കാര്യം. നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു പ്രധാനപ്പെട്ട കാര്യവും നേരത്തെ നമ്മളോട് ആ പീഡിയാട്രിക് സൈക്കാട്രിസ്റ്റ് പറഞ്ഞതുപോലെ ഈ കുട്ടികൾക്ക് സംഭവിക്കുന്ന മാറ്റം ആഴത്തിൽ പഠിക്കേണ്ട വിഷയമാണ് എന്നാണ്.